ഇന്ന് നമുക്കൊരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ഡ്രിങ്ക് അല്ല കേട്ടോ. നോമ്പൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇത് കുടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുന്തിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുരുവില്ലാത്ത മുന്തിരിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുരുള്ള മുന്തിരിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ നല്ല പുളിയുള്ള മുന്തിരി വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് കഴുകി വൃത്തിയാക്കാൻ മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മുന്തിരി കൊണ്ട് തന്നെ നമുക്കൊരു 3-4 ഗ്ലാസ് ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് പുതിനയിലയാണ്. അപ്പോൾ പുതിനയിലയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു തണ്ടൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും ഇലയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 നാരങ്ങയുടെ നീരാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ലെമൺ ജ്യൂസൊക്കെ നമ്മൾ എടുക്കുന്ന മുന്തിരിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. നല്ല പുളിയുള്ള മുന്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ചേർക്കേണ്ടി വരില്ല. ഞാനിപ്പോൾ പുളിയില്ലാത്ത മുന്തിരി തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണം. നമ്മൾ ഇതിലോട്ട് സോഡയൊക്കെ ചേർക്കാനുള്ളതാണ്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ മുന്തിരി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ മുന്തിരിയൊക്കെ ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുള്ള ഈ പച്ചമുന്തിരി ജ്യൂസ് ഇനി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. മുന്തിരിയുടെ സ്കിന്നൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ജ്യൂസ് എടുക്കാൻ. ഇപ്പോൾ ഇതിന് നല്ല ഗ്രീൻ കളറാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പിച്ചിട്ടാണ് നമ്മൾ മൊജിറ്റോ ഒക്കെ സെർവ് ചെയ്യുക. ഇനി ഈ ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഓരോ ചെറിയ പീസ് നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പുതിനയില വീതമാണ് ഓരോ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വേണം നമുക്കിതിലോട്ട് സോഡ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ സോഡയൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് നോമ്പ് തുറക്കുമ്പോൾ ഒന്നും കുടിക്കാൻ പറ്റില്ല കേട്ടോ. നോമ്പൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ മാത്രം ഒന്ന് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. പിന്നെ ഇതിലേക്ക് സോഡ തന്നെ ചേർക്കണം കേട്ടോ. വെള്ളം ചേർത്താൽ അത്ര ടേസ്റ്റി ആയിട്ട് കിട്ടില്ല. കാരണം മൊജിറ്റോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോഡ തന്നെ ചേർക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ഗ്രേപ്സ് മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്